ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ബോമ ഫ്രഷ്. ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഗാർലിക് റൈസിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. 5-6 പേർക്ക് കഴിക്കാവുന്ന ഒരു മെഷർമെൻറ്റിലാണ് ഇന്ന് ഇതിവിടെ തയ്യാറാക്കുന്നത്. ഇതിനായി ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി, 25 അല്ലി വെളുത്തുള്ളി, 5 ബീൻസ് എന്നിവ ചോപ്പ് ചെയ്തെടുക്കുക. 2 ടേബിൾ സ്പൂൺ സെലറി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ബട്ടർ, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 4 കോഴിമുട്ട ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റിവെക്കുക. ഇത് 2 കപ്പ് കൈമ റൈസാണ്. വെള്ളം തെളിയും വരെ കഴുകി അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റിവെക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന കണക്കിൽ 4 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇത് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുതിർത്ത് വെച്ചിട്ടുള്ള അരി ചേർത്ത് അരനാരങ്ങയുടെ നീരും പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ചെറുതീയിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കുക. റൈസ് ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കുന്നതിനായി മാറ്റിവെക്കുക. ഒരു പാനിൽ സൺഫ്ലവർ ഓയിലും ബട്ടറും ചേർത്ത് ചൂടാകുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക് ചേർത്ത് ചെറുതീയിൽ ഇതിനെ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക. വെജിറ്റബിൾസിൻ്റെ ക്രഞ്ചിനെസ് റീറ്റെയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും സെലറി അരിഞ്ഞത് പിന്നെ വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. അടുത്തത് തീർത്തും ഓപ്ഷണലായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഇറ്റാലിയൻ സീസണിങ്ങോ ഹെർബ്സോ ഉണ്ടെങ്കിൽ ഈ ഒരു സമയം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. പിന്നീട് സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്സ് കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗാർലിക് റൈസ്, നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഗാർലിക് റൈസ് റെഡിയാണ്. ഇത് ഗ്രേവി ടൈപ്പിലുള്ള ഏത് നോൺ വെജിറ്റേറിയൻ ഡിഷസിൻ്റെ ഒപ്പവും അതുപോലെ തന്നെ വെജിറ്റേറിയൻ ഡിഷസിൻ്റെ ഒപ്പവും പ്രത്യേകിച്ച് കടായി പനീറിൻ്റെ ഒപ്പം ഒരു അടിപൊളി കോമ്പിനേഷനാണ്. കടായി പനീറിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.